ലക്ഷ്മി പത്മ ഇപ്പം ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം വരികയാണ്, നമുക്ക് അതിലേക്ക് പോകാം. കുടുംബത്തെയൊക്കെ കണ്ടല്ലോ, അല്ല, തീർച്ചയായിട്ടും ഏറ്റവും വിഷമം പിടിച്ച ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. സർക്കാർ അല്പം കൂടി ഒരു മനസ്സാക്ഷിയോടുകൂടി പെരുമാറണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ച 50,000 രൂപ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതാണോ സർക്കാർ ചെയ്യേണ്ടത്? അല്പമെങ്കിലും കരുണ കാട്ടി കുടുംബത്തോട് ആർദ്രമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, ഞാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പിതാവ് ഇന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി 50ഓളം വീടുകൾ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പലരും സഹായിക്കുക, ഞാൻ ഇൻവോൾവ് അല്ല ഡയറക്ട്ലി. ആ കോൺട്രാക്ടറും ബെനിഫിഷ്യറിയും ഞാൻ കണ്ടുപിടിച്ച് ഈ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾ നേരിട്ട് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കി ഒരു സപ്പോർട്ടറെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കും. 5 ലക്ഷം രൂപ മേടിച്ചു കൊടുക്കാനാണ് ശ്രമം. ആ ആവശ്യത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞിട്ടുണ്ട്. ആ ആവശ്യം ശക്തമായി തന്നെ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു. ഈ സർക്കാരിന് എളുപ്പത്തിൽ ജോലി കൊടുക്കാൻ സാധിക്കും. ഈ സർക്കാരിന് ദത്തെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഈ സർക്കാരിന് എളുപ്പത്തിൽ 25 ലക്ഷം രൂപയെ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇതൊന്നും അല്ല കോമ്പൻസേഷൻ. വിദേശ രാജ്യത്ത് നമ്മളിപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. നമ്മൾ വിദേശത്ത് ആരോഗ്യം നമ്പർ 1 യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ച് മരിക്കുന്നത് പോലെ കണക്കാക്കി, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയായി കണക്കാക്കി അതേ രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാവണം. ഇത് വിദേശ രാജ്യത്തോ സംഭവിക്കുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ് തന്നെ എടുക്കാം. അവിടെ എന്തായിരിക്കും നമ്മളൊന്ന് അളന്നു നോക്കിയേ. ഇങ്ങനെ ഒരാൾ അവിടെ മരണപ്പെട്ടാൽ അതിന് വ്യാജം അല്ലെങ്കിൽ നുണ പറഞ്ഞ് അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ നിലപാട്? അന്നാ മന്ത്രി രാജിവെക്കേണ്ടി വരും. മന്ത്രി പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾ അതൊന്നും ഞാനിപ്പോൾ അതേ ആവശ്യപ്പെടുന്നില്ല. ഇപ്പം സൂപ്രണ്ടന്റ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എടുത്തു. ഞാൻ അവർക്കെതിരെ ഒന്ന് ആക്ഷൻ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണ്. അവർക്കെതിരെ ഒന്ന് നടപടി എടുക്കണം. ഈ കുടുംബത്തെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. ഒരാളും ഒരു നടപടി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ കുടുംബത്തെ ഒന്ന് സഹായിച്ചാൽ മതി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതിനിധികൾ ആരും ഇതുവരെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതുവരെ ആരും വിളിക്കുകയോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരും വിളിക്കുകയോ അങ്ങനെ സഹായം പ്രഖ്യാപിക്കുകയോ 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഇതുവരെയും വിളിച്ചിട്ട് പോലും താങ്കളുടെ ഉത്തരത്തിലുള്ള മറുപടി അവിടെയുണ്ട്. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി അവിടെയുണ്ട്. എന്താണ്? ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത്? ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? ഞങ്ങളുടെ മുന്നിൽ ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. ഈ സർക്കാരിന്റെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഇതുവരെ വീട് പണിയാനുള്ള എന്ത് നടപടിയാന്ന് എനിക്കറിയില്ല. ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമോ? ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഇന്ന് നടന്നു ഇല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ ഷോ കാണിക്കാൻ ഇവിടെ നിൽക്കുമെന്ന് വെച്ചോ. മന്ത്രി തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരത്ത് നിന്നല്ലേ തീരുമാനം വരേണ്ടത്? ആ പ്രഖ്യാപനം നടത്തിയാൽ മതി. ആ പ്രഖ്യാപനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടുത്തെ ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിന് സർക്കാരിന്റെ പിഴവ് പോലെ അപകടം സംഭവിച്ചു. അത് കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ. അവിടെ ഒരു പിഴവ് സംഭവിച്ചെങ്ങനെയാ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു ബിൽഡിംഗ് അവിടെ നിന്ന് എങ്ങനെയാ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ ഒരു മനസ്സലിയണം. ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ രോഗിയും ഒരു ജീവിതമാണ്. ആ രോഗിക്കൊരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാൽ ഈ സർക്കാർ നടപടിയെടുക്കണ്ടേ? ഈ സർക്കാർ ആ അപകടത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തണ്ടേ? ഇനി എല്ലാം കഴിഞ്ഞ് എന്ന് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്ക് വാക്ക് തരണം. അതാണ് ഞങ്ങൾ പറയുന്നത്. വേറൊന്നും. അമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്നൊന്ന് കരയാൻ പോലും കഴിയാത്ത ആരോഗ്യസ്ഥിതി ഇല്ലാത്തൊരു മകളാണ് ഇപ്പോൾ ഉള്ളത്. ആ കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ. ചികിത്സ എങ്ങനെയാണ് വേണ്ടത്? അത് എൻ്റെ അഭിപ്രായത്തിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയാണ് നല്ലത്. പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അത് വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.